ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിയായ ഒരു ഫിഷ് ഫ്രൈ. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഫിഷാണ് കേട്ടോ സൂപ്പർ. ഞാനിവിടെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മുഷു എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. നിങ്ങളെല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവരൊക്കെയാണ് എനിക്ക് ഈ മീൻ ഒപ്പിച്ച് തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു ആഫ്രിക്കൻ മുഷുവിനെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മീനൊക്കെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ മീൻ മുറിക്കാനും കട്ട് ചെയ്യാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവനാണ് കേട്ടോ. ഇതെൻ്റെ ഇത്താത്തയുടെ മകനാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് എടുക്കാം. ഇനി ഇത് മഞ്ഞൾ, ഉപ്പ്, പുളിനാരങ്ങ ഇട്ടിട്ട് ഒന്ന് കുറച്ച് ടൈം മാറ്റി വെക്കണം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഫ്രൈ തയ്യാറാക്കുന്നത് എൻ്റെ കുഞ്ഞളയാണ്. കുഞ്ഞള എന്ന് പറഞ്ഞാൽ ഇത്താത്തയുടെ ഹസ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് എടുത്തത് മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, വെളുത്തുള്ളി, കറിവേപ്പില. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം തന്നെ എടുത്തു കേട്ടോ, കാരണം നല്ലൊരു ഫ്ലേവറാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ കറിവേപ്പില നല്ലോണം എടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓയിൽ എടുക്കുന്നുണ്ട്, പക്ഷേ ഇതിലേക്ക് എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അത്രയും ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഫിഷ് ഇട്ടിട്ട് ഒന്ന് മുളക് മസാല നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കിത് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ ഫിഷിൻ്റെ പീസും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത്. തീർച്ചയായും നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് മുൻപിലത്തെ വീഡിയോയിലൊക്കെ ഞങ്ങൾ കച്ചായി, അതുപോലെ തന്നെ ഫിഷ് അട, അങ്ങനെ ഫിഷിൻ്റെ കരിമീൻ പൊള്ളിച്ചത്, ഇങ്ങനെയൊക്കെ പല റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ആഫ്രിക്കൻ മുഷു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് സന്തോഷകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ് ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞത്. ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.